മുഹമ്മദ് സനൂഫ് എന്ന 26-കാരനായ മലപ്പുറം സ്വദേശിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവം ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും, കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തും, പാകിസ്ഥാനുമായി ചേർന്ന് ഇവിടെ വിശുദ്ധ യുദ്ധം നടത്തും, ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൂട്ടക്കൊല ചെയ്യുമെന്നൊക്കെയാണ് മൂപ്പർ ആഹ്വാനം ചെയ്തത്. ഒരു വർഷം മുമ്പ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിന് താഴെയാണ് ഇയാൾ ഈ രീതിയിലുള്ള രാജ്യവിരുദ്ധമായ മതസ്പർദ്ധയുണ്ടാക്കുന്ന കമന്റ് ഇട്ടത്. എന്നിട്ട് സൗദിയിൽ ജോലി ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ തിരികെ എത്തിയപ്പോൾ തന്നെ പോലീസ് പിടികൂടുകയാണ് ഉണ്ടായത്. അതും യുവമോർച്ച നേതാവായുള്ള അദീന ഭാരതിയുടെ ഒരു ശ്രമഫലമായിട്ടാണ്, പരാതിയുടെ ഒരു പിൻബലത്തിലാണ് ഇപ്പം അറസ്റ്റ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് UAPA ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ള, അത്രയും അതിതീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം രാജ്യത്തിനെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന 26-കാരനായ മലപ്പുറം സ്വദേശി എവിടെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇത്തരം ഒരുപാട് പ്രൊഫൈലുകളും ഈ രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇത്തരം ഒരുപാട് കമന്റുകൾ നമുക്ക് മുമ്പിൽ ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ വരാറുണ്ട്. അതൊക്കെ ഒരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ ഈ മുഹമ്മദ് സനൂഫിനെ ന്യായീകരിച്ച് ചില ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഇരവാദവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ചില ജിഹാദി ഫേക്ക് ഐഡികളിൽ നിന്നാണ് പ്രധാനമായും ഈ രീതിയിലുള്ള ന്യായീകരണം ഉണ്ടായിരിക്കുന്നത്. തേജോധരൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡിയാണ്, ഒന്നാന്തരം ഒരു ജിഹാദി ഐഡിയാണ് ഈ തേജോധരൻ പോറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദുത്വ വിമർശനം എന്ന മറ പിടിച്ച് ഹിന്ദുക്കളെ വിമർശിക്കുക, ഹൈന്ദവ മതത്തെ വിമർശിക്കുക എന്നുള്ളതാണ് ഈ തേജോധരൻ പോറ്റിയുടെ പ്രധാന ദൗത്യം. പലപ്പോഴും നമുക്ക് വരികൾക്കിടയിലൂടെ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ തേജോധരൻ പോറ്റി നടത്താറ്. ഈ തേജോധരൻ പോറ്റി എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേക്ക് ഐഡിയ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി മാധ്യമ പ്രവർത്തകന്റെ ഫേക്ക് ഐഡിയാണ് ഈ തേജോധരൻ പോറ്റി എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഫേക്ക് പ്രൊഫൈലുകൾ കുറേ ഐഡികളുണ്ട് ഇതേ രീതിയിൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുത്വ വിമർശനം എന്നുള്ള ആ ഒരു നെഗറ്റീവിലാണ് നൈസായിട്ട് ഉള്ളിൽ കൂടെ ഹിന്ദുക്കളെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാറ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം ഈ പുതിയ ഒരു സംഭവത്തിന് പിന്നിലും ഉള്ളത്. അതായത് ഈ പറയുന്ന മുഹമ്മദ് സനൂഫിനെ വെളുപ്പിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ഇരവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വേറെയും കുറേ പ്രൊഫൈലുകളൊക്കെ ഉണ്ട്. സമാന അനുഭവം നേരിട്ട ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രൊഫൈലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ പൊതുവെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ രീതിയിൽ ഇന്ത്യക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇടുക, എന്നിട്ട് ഇറാനെ പ്രകീർത്തിക്കുന്ന പോസ്റ്റുകൾ ഇടുക, എന്നിട്ട് ഇന്ത്യയിലെ ഭരണകൂടം ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ഇത്തരം ഫേസ്ബുക്ക് വ്യാജ പ്രൊഫൈലുകൾ, ഐഡികൾ. അതുകൂടാതെ ഓപ്പണായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ശരിക്കും ഒരു പണി കിട്ടിയ മുഹമ്മദ് ഹാഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ചെയ്തിരുന്നത് DRDOയിലെ ഒരു ഉന്നതനായ ഒരു സയൻറ്റിസ്റ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അത് ഇന്ത്യയിലെ അവസ്ഥയാണ്, ദുരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് പോയത്. എന്തായാലും അത് അയാൾക്ക് മനസ്സിലായി. നല്ല രീതിയിൽ തന്നെ രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് അതിനെതിരെ രംഗത്ത് വന്നു. അയാളെ കയ്യോടെ തന്നെ പിടികൂടി. അവസാനം മാപ്പ് പറഞ്ഞിപ്പം ആ ഫേസ്ബുക്ക് ID ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് അയാൾ പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അയാളൊരു ബിസിനസ് നടത്തുന്ന ആളാണ് ഈ മുഹമ്മദ് ഹാഷിഖ് പെരുമ്പാവൂരിൽ. എന്നിട്ടാണ് ഈ രീതിയിൽ ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനത്തെയും സൈനിക സംവിധാനത്തെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫേക്ക് വീഡിയോകൾ, അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഹാൻഡിലുകൾ പടച്ചുവിടുന്ന വീഡിയോകളാണ് ഇവിടുത്തെ ഈ സുഡാപ്പി മൈൻഡ് സെറ്റുള്ള, മൗദൂദിയൻ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇതേ രീതിയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം പല ആളുകളും ഇത് വിശ്വസിക്കുകയാണ്. സാധാരണക്കാരായുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പം വലിയ തോതിൽ ആക്റ്റീവാണ്. അപ്പം അവർ വിശ്വസിക്കും ഇത് കറക്റ്റാണെന്ന്. കാരണം ഒരു ആധികാരികതയും ഇല്ലാത്ത രീതിയിലുള്ള ഫേക്ക് വീഡിയോകളാണ് ഇവരെല്ലാം പടച്ചു വിടുന്നത്. വേറെ ഒരു മുഹമ്മദ് ഷിനു എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. അയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഇന്ത്യക്കെതിരെയുള്ള വീഡിയോകൾ ഇങ്ങനെ പടച്ചു വിടുക, എന്നിട്ട് സംഘികൾക്കെതിരെയാണ്, ഹിന്ദുത്വ വിമർശനമാണെന്ന് പറയും. ഒരു തവണ അയാളുടെ ഒരു വീഡിയോ തന്നെ അയാൾക്കൊരു അബദ്ധം പറ്റി. അയാൾ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദുത്വ വിമർശനം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വന്നപ്പോൾ അറിയാതെ ഹിന്ദുക്കൾ എന്നായിപ്പോയി. അവസാനം പെട്ടെന്ന് തന്നെ ആ ഒരു നിലപാട് മാറ്റി ഹിന്ദുത്വം എന്നാക്കി, അല്ലെങ്കിൽ സംഘി എന്നാക്കി. അപ്പം സംഘി എന്നുള്ള രീതിയിൽ സംഘികളെ വിമർശിക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട്. ഇപ്പം മാലാ പാർവതി പുതുതായിട്ട് കൊണ്ടുവരുന്ന വാദമൊക്കെ ഇത് തന്നെയാണ്. അതായത് BJPക്കാർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നുള്ള
ഒരു വിവക്ഷ കൊണ്ടുവരിക. കാരണം തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ, ഇരവാദ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിന് ഇത് പ്രയോഗിക്കുക. അതായത് സംഘികൾക്കെതിരെയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയല്ല, അല്ലെങ്കിൽ ഞങ്ങൾ BJPക്കെതിരെയാണ് പറയുന്നത്, അല്ലാതെ ഞങ്ങൾ മറ്റാർക്കും എതിരെയല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വിവക്ഷ കൊണ്ടുവരാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. പലപ്പോഴും ഈ ജിഹാദി ഫണ്ടഡ് ആയുള്ള ആളുകളാണ് ഇത്തരം ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നത്. നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ, മാപ്രകളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇവരുടെ പണം വാങ്ങി ഈ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ആരോപണം. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്ത് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ എന്തായാലും ഈ മുഹമ്മദ് സനൂഫിനെ ന്യായീകരിച്ച് വെള്ളം പൂശി ഇപ്പോൾ വലിയൊരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. മുഹമ്മദ് സനൂഫ് പാവാണ്, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അയാൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു പാവം പയ്യനാണ്, 26 വയസ്സ് മാത്രമുള്ള ഒരു പാവം പയ്യനാണ്, അവന് സമയം കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പം വാദവുമായി വരുന്നത്. എന്തായാലും ഇത്തരം മുഹമ്മദ് സനൂഫുമാർ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഇങ്ങനെയുള്ള ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ജാഗരൂകരായിട്ടൊരു വിഭാഗം നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിയമ നടപടിക്ക് വിധേയരാകും ഇത്തരക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മുഹമ്മദ് സനൂഫിൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ ഈ മുഹമ്മദ് ആഷിഖിൻ്റെ വിഷയമാണെങ്കിലും ഇതാണ് സൂചിപ്പിക്കുന്നത്.